ഒരു പാൽക്കപ്പയുടെ റെസിപ്പി നോക്കാമേ. ഇത് ഒരിക്കൽ ഞങ്ങൾ ബീച്ചിൽ പോയപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഇത് കപ്പ നമുക്ക് ഇങ്ങനെയും പ്രിപ്പയർ ചെയ്യാം, നല്ല ടേസ്റ്റാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, അതേപോലെ പച്ചമുളക് 2-3 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ പീസാണ് വേണ്ടത്, വെളുത്തുള്ളി ഒരു 3-4 അല്ലി മതി. ഇനി ഞാനിതിലേക്ക് 2 വലിയ കപ്പയും ഒരു ചെറിയ പീസും കൂടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിന് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങാപ്പാൽ. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തു വച്ചിട്ടുണ്ട്. കപ്പ നമുക്ക് ചെറുതായി മുറിച്ച് കഴുകിയെടുക്കാം. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. ഇനി ഈ മുറിച്ചെടുത്ത കപ്പ നമുക്ക് വെള്ളം ചേർത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം. കപ്പ ഒരു 3/4 വേവാകുമ്പോൾ നമ്മൾ അതിലെ വെള്ളം മാറ്റിക്കളഞ്ഞ് എടുക്കണേ. ആ സമയത്ത് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെന്ത് വന്ന കപ്പയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും ആ തേങ്ങയുടെ 2-ാം പാലും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണേ. നമ്മളീ ചേർത്തിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇപ്പോഴാണ് നന്നായിട്ടൊന്ന് വേവേണ്ടത്. അപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് അത് വേവിച്ചെടുത്തില്ലെങ്കിൽ അത് കടിക്കുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഏതാണ്ട് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് ഉടച്ചും കൂടി എടുക്കണം. ഒത്തിരി അങ്ങ് ഉടയണ്ട, ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസൊക്കെ അതിൻ്റെ അകത്ത് വേണം. അങ്ങനെ വരുന്നതാണ് ഇതിന് ടേസ്റ്റ്. ഇപ്പം നന്നായിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി അതിൻ്റെ ഒരു 80% ഒന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ 1-ാം പാലുണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓവറായിട്ടങ്ങ് തിളച്ച് പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ലാസ്റ്റാണ് നമ്മളിതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽക്കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളിയൊക്കെ ഇട്ട് താളിക്കുകയാണെങ്കിൽ ആ കപ്പയുടെ കളറ് ആ ഒരു വൈറ്റ് കളറ് മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് വരും കുറച്ച് നേരം ഇരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഉള്ളിയൊന്നും ചേർക്കാത്തത്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ഉണക്കമുളക് കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻകറിയും കൂടെ ചേർത്ത് കഴിക്കണം. അതിങ്ങനെ ഒഴുകി അരപ്പ് പോലെ ഇങ്ങനെ കിടക്കണം, നല്ല കട്ടിയാവണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വരുന്നതാണ് ഇതിന് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.